ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 5. കർമ്മയോഗം. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ശ്ലോകം 2, പേജ് നമ്പർ 289. ശ്രീഭഗവാനുവാച സന്യാസഃ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതി. പദാനുപദം. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, സന്യാസഃ സന്യാസവും, കർമ്മയോഗശ്ച ഭക്തിയുക്ത കർമ്മവും, ഉഭൗ രണ്ടും, നിശ്രേയസകരൗ മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്നു. കിം തു എന്നാൽ, തയോഹോ അവയിൽ വെച്ച്, കർമ്മസന്യാസാത് കർമ്മസന്യാസത്തേക്കാൾ, കർമ്മയോഗഃ ഭക്തിയുക്തമായ കർമ്മം, വിശിഷ്യത്തെ വിശിഷ്ടമാകുന്നു. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മപരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് നല്ലതു തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവനകർമ്മമാണ് കർമ്മത്യാഗത്തേക്കാൾ ഉത്തമം. ഭാവാർത്ഥം. കാമ്യകർമ്മങ്ങളാണ് ഭൗതിക സുഖാന്വേഷണം, ഭൗതിക ബന്ധനത്തിന് കാരണമാകുന്നത്. ശാരീരിക സുഖങ്ങളുടെ നിലവാരമുയർത്തൽ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന കാലത്തോളം ഒരാൾക്ക് വിവിധ തരം ശരീരങ്ങളിൽ ജന്മമെടുക്കേണ്ടി വരും. അങ്ങനെ നിരന്തരം ഭൗതിക ബന്ധനത്തിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യും. ഭാഗവതം 5:5-43 ഇത് സ്ഥിരീകരിക്കുന്നു. നൂനം പ്രമത്തഃ കുരുതേ വികർമ്മയതീന്ദ്രിയപ്രീതയ ആപ്രണോതി ന സാധു മന്യേയതാത്മനോ യമസന്നപി ക്ലേശത ആസദേഹഃ പാരാഭവസ്താവദബോധജാതോ യാവന്നു ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാസ്താവദിദം മനോ വൈ കർമാത്മകം യേന ശരീരബന്ധഃ ഏവം മനഃ കർമ്മവശം പ്രയുങ്ക്തേ അവിദ്യയാത്മന്യൂപധീയമാനേ പ്രീതിർ ന
യാവന്മയി വാസുദേവേ ന മുച്യത്തെ ദേഹയോഗേന താവത്. ജനങ്ങൾ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുകയാണ്. ഈ ക്ലേശപൂർണമായ ശരീരം മുൻകാലങ്ങളിലെ കാമ്യകർമ്മങ്ങളുടെ ഫലമായി ഉണ്ടായതാണെന്ന് അവർ അറിയുന്നില്ല. താത്കാലികമാണെങ്കിലും ഈ ദേഹം പലവിധ ക്ലേശങ്ങളെയുമുണ്ടാക്കുന്നു. അതിനാൽ ഇന്ദ്രിയ തൃപ്തിക്കായിട്ടുള്ള പ്രവർത്തനം നല്ലതിനല്ല. തൻ്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതം പരാജയമാണ്. തൻ്റെ സഹജാവസ്ഥയെക്കുറിച്ചറിയാത്തിടത്തോളം കാലം ഇന്ദ്രിയ പ്രീതിക്കുവേണ്ടി അയാൾക്ക് കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. ഇന്ദ്രിയ സുഖാവബോധത്തിൽ മനസ്സ് മുഴുകിക്കിടക്കുന്ന കാലത്തോളം അയാൾക്ക് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം. മനസ്സ് അജ്ഞാനത്തിൻ്റെ സ്വാധീനതയിൽപ്പെട്ട് കാമ്യകർമ്മങ്ങളിൽ മുഴുകിയിരുന്നാലും വാസുദേവന്റെ ഭക്തിയുത സേവനത്തിൽ ഒരാൾ പ്രേമം വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് പ്രാപഞ്ചിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാവാൻ അവസരം ലഭിക്കൂ. അതുകൊണ്ട് മോക്ഷപ്രാപ്തിക്ക് ജ്ഞാനം, താൻ ശരീരമല്ല ആത്മാവാണെന്ന അറിവ് മാത്രം പോരാ എന്നു വരുന്നു. ജീവാത്മാവ് എന്ന നിലയിലായിരിക്കണം മനുഷ്യന്റെ പ്രവർത്തനം. അല്ലെങ്കിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനമില്ല. എന്നാൽ കൃഷ്ണാവബോധത്തിലൂടെയുള്ള കർമ്മം കാമ്യകർമ്മങ്ങളിൽ പെടുകയില്ല. തികഞ്ഞ ജ്ഞാനത്തോടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ ശരിയായ ജ്ഞാനത്തിൻ്റെ വികാസം ബലപ്പെടുത്തുകയേയുള്ളൂ. കൃഷ്ണാവബോധമില്ലാതെ കാമ്യകർമ്മങ്ങൾ ത്യജിക്കുന്നതുകൊണ്ട് മാത്രം ബദ്ധനായൊരു ജീവാത്മാവിന് ഹൃദയശുദ്ധി നേടാനാവില്ല. ഹൃദയശുദ്ധി ഉണ്ടാകുന്നതുവരെ ഫലോദിഷ്ട കർമ്മങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കാതെ നിർവാഹമില്ലതാനും. കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനം കാമ്യകർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരാളെ സഹായിക്കുന്നു. അതുകൊണ്ട് അയാൾക്ക് ഭൗതിക തലത്തിലേക്ക് താഴ്ന്നു വരേണ്ടതില്ല. എപ്പോഴും പതനത്തിനു സാധ്യതകളുള്ള പരിത്യാഗത്തേക്കാൾ ശ്രേഷ്ഠതരമാണ് കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനങ്ങൾ. കൃഷ്ണാവബോധമില്ലാത്ത ത്യാഗം അപൂർണമാണ്. ഭക്തിരസാമൃത സിന്ധുവിൽ 1.2.258 ശ്രീലരൂപ ഗോസ്വാമി പ്രസ്താവിക്കുന്നു. പ്രാപഞ്ചികതയാ ബുദ്ധ്യാ ഹരിസംബന്ധി വസ്തുനഃ മുമുക്ഷുഭിഃ പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കഥ്യതേ. പ്രാപഞ്ചികങ്ങളെന്നു കരുതി ഭഗവാനെ സംബന്ധിച്ചുള്ളവയെ ഉപേക്ഷിച്ച് മുക്തി നേടാൻ ശ്രമിക്കുന്നവരുടെ ത്യാഗം പൂർണ്ണമല്ല. ഈ കാണുന്നതെല്ലാം ഈശ്വരൻ്റേതാണെന്നും ആരും ഒന്നിനും ഉടമാവകാശം പ്രഖ്യാപിച്ചുകൂടാ എന്നുമുള്ള ബോധമുദിക്കുമ്പോഴേ ത്യാഗം പരിപൂർണമാകുന്നുള്ളൂ. വാസ്തവത്തിൽ യാതൊന്നും ആർക്കും അവകാശപ്പെട്ടതല്ല എന്നു മനസ്സിലാക്കണം. അപ്പോൾ ത്യാഗത്തിൻ്റെ പ്രശ്നമെവിടെ? എല്ലാം കൃഷ്ണൻ്റേതാണെന്നറിയുന്നവർ എന്നും ത്യാഗികൾ തന്നെ. എല്ലാം കൃഷ്ണൻ്റേതാകയാൽ എല്ലാം അദ്ദേഹത്തിൻ്റെ സേവനത്തിനുപയോഗിക്കേണ്ടതുമാണ്. കൃഷ്ണാവബോധത്തിലെ ഈ കർമ്മപരിപക്വത മായാവാദിയായൊരു സന്യാസിയുടെ കൃത്രിമ കർമ്മത്യാഗത്തേക്കാൾ എത്രയോ മഹത്തരമാകുന്നു. ഹരേ കൃഷ്ണ.